കോഴിക്കോട് ബീച്ച്. കോഴിക്കോട് പട്ടണത്തിലെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട കടൽ തീരമാണ് കോഴിക്കോട് കടപ്പുറം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രസ്ഥാനങ്ങളുടെയും പൊതുയോഗങ്ങളും മഹാസമ്മേളനങ്ങളും നടന്ന ചരിത്രപ്രധാന സ്ഥലവുമാണ് ഈ ബീച്ച്. യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ കടൽ പാത സ്ഥാപിച്ചതും രാജ്യത്ത് യൂറോപ്യൻ സ്വാധീനത്തിന്റെ തുടക്കം കുറിച്ചതും 1498 വാസ്കോഡ ഗാമ എത്തിയതും ഈ തീരപ്രദേശത്താണ്. 1907 നിർമ്മിച്ച പ്രശസ്തമായ കോഴിക്കോട് ലൈറ്റ് ഹൗസ് കടൽ തീരത്തിന്റെയും അതിന്റെ ചുറ്റുപാടുകളുടെയും വിശാലമായ കാഴ്ചകളൊരുക്കുന്ന സമുദ്ര പൈതൃകത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. 1934 മഹാത്മാഗാന്ധിജി കോഴിക്കോട് സന്ദർശിച്ചതിനു ശേഷം ബീച്ച് റോഡിന് ഗാന്ധി റോഡ് എന്ന് പേര് ലഭിച്ചു. ഈ ചരിത്ര പ്രാധാന്യമുള്ള ബീച്ചിൽ പ്രഭാത നടത്തത്തിനും സായാഹ്ന ഉല്ലാസത്തിനും സൂര്യാസ്തമയം കണ്ടാസ്വദിക്കാനും ഓരോ ദിവസവും ധാരാളം പേർ ഇവിടെ എത്താറുണ്ട്. കടൽ തീരത്തിനടുത്തുള്ള ചെറുകടകളിൽ നിന്ന് കോഴിക്കോടിന്റെ തനത് രുചിയൊരുക്കുന്ന കടൽ വിഭവമായ കല്ലുമ്മക്കായ അടക്കമുള്ള കോഴിക്കോടൻ വിഭവങ്ങൾ രുചിച്ചുല്ലസിക്കാൻ അധിക സമയത്തും ഇവിടെ വൻ ജനത്തിരക്ക് തന്നെയുണ്ടാകാറുണ്ട്. സ്വർണമണൽ പരപ്പിലെ തെളിഞ്ഞ കടൽ വെള്ളത്തിൽ ഡോൾഫിനുകളുടെ തുള്ളിച്ചാട്ടവും കടപ്പുറത്തെ വിളക്കുമാടവും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന പുലിമുട്ടുകളും ഇവിടുത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. അപ്രകാരം ലയൺസ് പാർക്കും അക്വേറിയവും കുട്ടികളുടെ ഇഷ്ട കേന്ദ്രവുമാണ്. സമീപത്തുള്ള തിരക്കേറിയ SM സ്ട്രീറ്റ് അഥവാ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റിൽ പരമ്പരാഗത മധുര പലഹാരങ്ങൾ, പ്രത്യേകിച്ച് പ്രശസ്തമായ കോഴിക്കോടൻ ഹൽവ എന്നിവ ആരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നത് തന്നെ. ബീച്ച് വോളിബോൾ, പട്ടം പറത്തൽ, മണൽ കൊട്ടാര നിർമ്മാണം എന്നിവ ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേക വിനോദങ്ങളാണ്. പരമ്പരാഗത കലകൾ, സംഗീതം, നൃത്തം എന്നിവ ആഘോഷിക്കുന്ന വാർഷിക മലബാർ മഹോത്സവം ഉൾപ്പെടെയുള്ള സാംസ്കാരിക പരിപാടികളുടെ കേന്ദ്രം കൂടിയാണ് ഇവിടെ. സെയ്ദ് ഷെയ്ഖ് ജിഫ്രി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന കുറ്റിച്ചിറ ജിഫ്രി മഖാം, ഷെയ്ഖ് മുഹമ്മദ് ഹിമ്മസി എന്ന മാമുക്കോയ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടിയങ്ങര മഖാം, ആദ്യത്തെ അറബി മലയാള കൃതിയായ മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് കുറ്റിച്ചിറ ഖാലി മുഹമ്മദ്, ബീച്ച് ബദവി മഖാം, ഇടിയങ്ങര ഷാദുലി മഖാം, കണ്ണമ്പറമ്പ് മഖാം തുടങ്ങിയ ധാരാളം മുസ്ലിം മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന വിശിഷ്ട പ്രദേശം കൂടിയാണ് ഇവിടെ. കോഴിക്കോട് പട്ടണത്തിലെ പ്രശസ്തമായ ഗവൺമെന്റ് ആശുപത്രിയായ കോഴിക്കോട് ബീച്ച് ആശുപത്രി നിലകൊള്ളുന്നത് ഇവിടെയാണ്. 2025 ഒക്ടോബറിൽ കോഴിക്കോട് സൗത്ത് ബീച്ചിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ ഏകദേശം 200 മീറ്ററോളം വെള്ളം താഴ്ന്ന അപൂർവ പ്രകൃതി പ്രതിഭാസം ആരെയും പേടിപ്പെടുത്തിയിരുന്നു. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കോഴിക്കോടിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഈ ബീച്ചും പരിസരവും സുന്ദരമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ച് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മാന്യ പ്രേക്ഷകർക്ക് നന്ദി.